everyone, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് O2 മാസ്ക്. ഏതൊക്കെ ടൈപ്പ് ഓഫ് O2 മാസ്ക് ആണുള്ളത്, അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഫ്ലോ റേറ്റ് എത്രയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഫുൾ വീഡിയോ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ടാവും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് O2 മാസ്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. O2 മാസ്ക് ആർ ക്ലാസിഫൈഡ് ഇൻ ടു രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലോ O2 മാസ്കും ഹൈ ഫ്ലോ O2 മാസ്കും. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഓക്സിജന്റെ ഫ്ലോ കുറവുള്ളതിനെ ലോ ഫ്ലോ O2 മാസ്ക് എന്ന് പറയും. ഹൈ ഫ്ലോ O2 മാസ്ക് എന്ന് പറയുന്നത് ഓക്സിജന്റെ ഫ്ലോ ആ O2 മാസ്കിൽ കൂടി കൊടുക്കുമ്പോൾ ഹൈ ഫ്ലോയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ലോ ഫ്ലോ O2 മാസ്കിൽ വരുന്നതാണെന്നും ഏതൊക്കെയാണ് ഹൈ ഫ്ലോ O2 മാസ്കിൽ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലോ ഫ്ലോ O2 മാസ്കിനെ പറ്റി പറയാം. അതിൽ വരുന്ന ഒരു മാസ്ക് ആണ് ഹഡ്സൺ മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ വൈവയ്ക്ക് ഹഡ്സൺ മാസ്ക് വെക്കാം. വെച്ചതിന് ശേഷം ഡോക്ടേഴ്സിന് ചോദിക്കാം ഇത് ലോ ഫ്ലോ ഓക്സിജൻ മാസ്ക് ആണോ ഹൈ ഫ്ലോ ഓക്സിജൻ മാസ്ക് ആണോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക, മറന്നു പോകാതെ പഠിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ ലൈറ്റ് വെയ്റ്റ് പ്ലാസ്റ്റിക് ഡിവൈസ് ആണ്. അതായത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ ഡിസ്പോസിബിൾ ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണ്. അതായത് വൺ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണ് ഹഡ്സൺ മാസ്ക് എന്ന് പറയുന്നത്. കവേഴ്സ് ബോത്ത് നോസ് ആൻഡ് മൗത്ത്. അതായത് നമ്മുടെ നോർമൽ അഡൾട്ട് ആൻഡ് പീഡിയാട്രിക് ഫ്ലെക്സി മാസ്ക് തന്നെയാണ് ഈ ഹഡ്സൺ മാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നോസും മൗത്തും കവേർഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ദെൻ ഗെറ്റ് ഫിക്സഡ് ബൈ ആൻ ഇലാസ്റ്റിക് ഹെഡ് ബാൻഡ്. ഇലാസ്റ്റിക് ആയിട്ടുള്ള ഹെഡ് ബാൻഡും ഇതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് പേഷ്യന്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുമായിരിക്കും. ഇറ്റ് ഹാസ് എ മെറ്റൽ നോസ് ബ്രിഡ്ജ് അഡ്ജസ്റ്റ്മെന്റ് ഡിവൈസ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതിലൊരു മെറ്റൽ നോസ് ബ്രിഡ്ജ് ഉണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ എന്താ പറയാ, നോസിന്റെ അവിടെ ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് O2 റിസർവോയർ കപ്പാസിറ്റി ഈസ് 100 to 200 ml. ഇതിന്റെ O2 കപ്പാസിറ്റി എത്രയെന്ന് പറയുന്നത് ഒരു 100 to 200 ml ആണ് O2 റിസർവോയർ കപ്പാസിറ്റി ആയിട്ട് പറയുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ലോ ഫ്ലോ O2 മാസ്കിന്റെ കപ്പാസിറ്റി എത്രയാണ്, ഹൈ ഫ്ലോ O2 മാസ്കിന്റെ കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡെലിവർ O2 അറ്റ് ഫ്ലോ റേറ്റ് ബിറ്റ്വീൻ 5 to 10 ലിറ്റർ പെർ മിനിറ്റ്. പെർ മിനിറ്റിൽ ഒരു 5 to 10 ലിറ്റർ വരെ O2 ഫ്ലോ റേറ്റ് ഡെലിവർ ചെയ്യാൻ ലോ ഫ്ലോ ഓക്സിജൻ മാസ്ക് ആയിട്ടുള്ള ഹഡ്സൺ മാസ്കിന് സാധിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മിനിമം ഫ്ലോ റേറ്റ് ഓഫ് 5 ലിറ്റർ പെർ മിനിറ്റ് ഈസ് നീഡഡ് ടു ക്ലിയർ എക്സേൽഡ് ഗ്യാസ് ഫ്രം ദ മാസ്ക്. അതായത് മിനിമം ഒരു 5 ലിറ്റർ പെർ മിനിറ്റ് എങ്കിലും ഫ്ലോ റേറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് എക്സേൽഡ് ഗ്യാസസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാസ്കിൽ നിന്നും. ദെൻ മാക്സിമം FiO2 ഓഫ് അപ്രോക്സിമേറ്റ്ലി 0.60 ആണ്. FiO2 എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഇൻസ്പിറേറ്ററി ഓക്സിജൻ ആണ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ മെഡിക്കൽ ട്രാൻസ്പോർട്ട് ആൻഡ് ഷോർട്ട് ടേം O2 തെറാപ്പി. മെഡിക്കൽ ട്രാൻസ്പോർട്ടിനും നമുക്ക് ഹഡ്സൺ മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള O2 തെറാപ്പിക്കും ഹഡ്സൺ മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് എ ചോയ്സ് ഫോർ പേഷ്യൻസ് വിത്ത് സിവിയർ റെസ്പിറേറ്ററി ഡിസീസ്. സിവിയർ ആയിട്ട് റെസ്പിറേറ്ററി ഡിസീസ് ഉള്ള പേഷ്യൻസിന് നമുക്ക് ഹഡ്സൺ മാസ്ക് ഒരു ചോയ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, അപ്പൊ താഴെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് ഹഡ്സൺ മാസ്ക് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഒരു ഗ്രീൻ കളറിൽ വയേർഡ് ഉണ്ട്. അതുപോലെ തന്നെ നോസിന്റെ അവിടെ ഒരു മെറ്റൽ സ്ട്രിപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എയർവേ ചാനലുണ്ട്. മൗത്ത് ആൻഡ് നോസിനെ ഫിറ്റ് ചെയ്യുന്ന മാസ്കുമുണ്ട്. ഇതിനെയാണ് ഹഡ്സൺ മാസ്ക് എന്ന് പറയുന്നത്. അതായത് നോർമലി നമ്മൾ O2 മാസ്ക്, ഫ്ലെക്സി മാസ്ക്, അഡൾട്ട് പീഡിയാട്രിക് സൈസിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് പിക്ചർ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എക്സാമിന് നിങ്ങൾ മാക്സിമം ഈ പിക്ചർ വരയ്ക്കാൻ ശ്രമിക്കാട്ടോ. ഇതിന്റെ സ്കെച്ച് ഡയഗ്രം ഒക്കെ കിട്ടും. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാസ്ക് പോലെ വരച്ചതിന് ശേഷം പാർട്സ് അടയാളപ്പെടുത്തുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് അറിയാം എന്നുള്ളത് എക്സാമിനേഴ്സിന് മനസ്സിലാകണം. ആ രീതിയിൽ പാർട്സ് വരച്ച് അടയാളപ്പെടുത്താൻ ശ്രമിക്കാട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മാസ്ക് വിത്ത് റിസർവോയർ ബാഗ്. അതായത് ലോ ഫ്ലോ O2 മാസ്കിലെ
വരുന്നതാണ് ഹഡ്സൺ മാസ്ക് എന്ന് പറയുന്നത്. ഇനി അതിൽ വരുന്ന നെക്സ്റ്റ് മാസ്ക് ആണ് മാസ്ക് വിത്ത് റിസർവയർ ബാഗ് എന്ന് പറയുന്നത്. ഈ മാസ്ക് വിത്ത് റിസർവയർ ബാഗ് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റീബ്രീത്തിങ് ഡിവൈസ് എന്നും നോൺ റീബ്രീത്തിങ് ഡിവൈസ് എന്നും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാം. O2 റിസർവയർ കപ്പാസിറ്റി ഈ 600 to 1000 ml ആണ്. ഇതിന്റെ O2 റിസർവയർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 600 to 1000 ml ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ഹഡ്സൺ മാസ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 to 200 ml ആണ്. എന്നാൽ മാസ്ക് വിത്ത് റിസർവയർ ബാഗിന്റെ കപ്പാസിറ്റി 600 to 1000 ml ആണ്. ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പാർഷ്യൽ റീബ്രീത്തിങ് ഡിവൈസ് can achieve a maximum FiO2 of 70 to 80%. പാർഷ്യൽ ആയിട്ടുള്ള റീബ്രീത്തിങ് ഡിവൈസ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റീബ്രീത്തിങ് ഡിവൈസ് തന്നെയാണ് പാർഷ്യൽ റീബ്രീത്തിങ് ഡിവൈസ് എന്ന് പറയുന്നത്. അതിന് മാക്സിമം FiO2 70 to 80% മാത്രമേ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Then non-rebreathing device has a one-way valve prevent the exhaled gas to return the reservoir bag. Non-rebreathing deviceൽ one-way valve ഉണ്ട്. അത് exhaled gases-നെ റിസർവോയർ ബാഗിലേക്ക് റിട്ടേൺ ആകുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് പെർമിറ്റ് പ്യുവർ ഇൻഹലേഷൻ O2 FiO2 = 1. ഇത് പ്യുവർ ആയിട്ടുള്ള ഇൻഹലേഷൻ O2നെ പെർമിറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ മാസ്ക് മസ്റ്റ് ക്രിയേറ്റ് എ ടൈറ്റ് സീൽ ഓൺ ദ ഫേസ്. അതായത് പേഷ്യന്റ് ഫേസിലേക്ക് ടൈറ്റ് ആയിട്ട് തന്നെ മാസ്ക് ഫിക്സ് ചെയ്തിരിക്കണം. നോട്ട് പോസിബിൾ ടു ഫീഡ് പേഷ്യൻസ് ബൈ മൗത്ത് ഓർ നേസോ എൻറ്ററൽ ട്യൂബ്. ഓക്കെ, ഈ സമയത്ത് നമുക്ക് പേഷ്യൻസിനെ ഫീഡ് ചെയ്യാനോ മൗത്തിൽ കൂടെ ആയാലും നോസിൽ കൂടെ ആയാലും ഫീഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എയറോസോളിസൈസ്ഡ് ബ്രോങ്കോ ഡയലേറ്റർ തെറാപ്പി ഈസ് ഓൾസോ നോട്ട് പോസിബിൾ വിത്ത് റിസർവോയർ ബാഗ് ഡിവൈസ്. റിസർവോയർ ബാഗ് ഡിവൈസ് ഉള്ളത് കൊണ്ട് തന്നെ ബ്രോങ്കോ ഡയലേറ്റർ തെറാപ്പി നമുക്ക് ഇതിലൂടെ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിന് നമുക്ക് മറ്റൊരു മാസ്ക് ഉണ്ട്, അതാണ് നെബുലൈസേഷൻ മാസ്ക്. ഓക്കെ, അതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഓൾറെഡി നെബുലൈസേഴ്സ് ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതിന് എക്സ്ട്രാ പോയിന്റ്സ് വേണമെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഹൈ ഫ്ലോ O2 മാസ്കിലേക്ക് പോകാം. അതിൽ വരുന്ന ഒരു മാസ്ക് ആണ് വെഞ്ചുറി മാസ്ക് എന്ന് പറയുന്നത്. ദിസ് മാസ്ക് ഈസ് ഓൾസോ നോൺ ആസ് എയർ എൻട്രെയിൻമെന്റ് മാസ്ക്. വെഞ്ചുറി മാസ്കിനെ എയർ എൻട്രെയിൻമെന്റ് മാസ്ക് എന്നും പറയപ്പെടുന്നുണ്ട്. ദെൻ HAFOE ഇതിന്റെ ഫുൾ ഫോം ആണ് ഹൈ എയർ ഫ്ലോ വിത്ത് O2 എൻട്രെയിൻമെന്റ് സിസ്റ്റം. ഓക്കെ, ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാട്ടോ. ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വർക്കിംഗ് അണ്ടർ വെഞ്ചുറി പ്രിൻസിപ്പിൾ. വെഞ്ചുറി മാസ്ക് വർക്ക് ചെയ്യുന്നത് വെഞ്ചുറി പ്രിൻസിപ്പിൾ ആണ്. വെഞ്ചുറി പ്രിൻസിപ്പിൾ ഓൾറെഡി നമുക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. വെഞ്ചുറി പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന OTയിലെ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ സക്ഷൻ അപ്പാരറ്റസും വെഞ്ചുറി പ്രിൻസിപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ OTയിലുള്ള എന്തൊക്കെയാണ് വെഞ്ചുറി പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നത്, എന്താണ് വെഞ്ചുറി പ്രിൻസിപ്പിൾ എന്നതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. വെഞ്ചുറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇഫ് എ ഗ്യാസ് ഈസ് പാസ് ത്രൂ എ നാരോ ഓറിഫൈസ് അറ്റ് ഹൈ പ്രഷർ. ഒരു ഹൈ പ്രഷറിൽ നാരോ ഓറിഫൈസിലൂടെ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഷിയറിംഗ് ഫോഴ്സ് അത് ക്രിയേറ്റ് ചെയ്യും. അതായത് ആ ഓറിഫൈസിന് ചുറ്റും വിച്ച് എൻട്രെയിൻ റൂം എയർ ഇൻ സ്പെസിഫിക് റേഷ്യോ. ഇതാണ് വെഞ്ചുറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് വെക്കുക തന്നെ ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാരണം എൻ്റെ എക്സാമിന് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വെഞ്ചുറി പ്രിൻസിപ്പിൾ. വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. വെഞ്ചുറി പ്രിൻസിപ്പിൾ എന്താണ് എന്നതേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യന് വന്നത് കൊണ്ട് തന്നെ വെഞ്ചുറി മാസ്ക് നമുക്ക് എഴുതാം, സക്ഷൻ അപ്പാരറ്റസ് എഴുതാം, അതുപോലെ OTയിൽ വെഞ്ചുറി പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന എന്തൊക്കെയുണ്ട് അതെല്ലാം നമുക്ക് എഴുതാം. അതോടൊപ്പം വെഞ്ചുറി പ്രിൻസിപ്പിൾ എന്താണെന്ന് എഴുതാം. അതോടൊപ്പം വെഞ്ചുറി മാസ്കിന്റെ പിക്ചർ വരയ്ക്കാം. ഇതൊക്കെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 5 മാർക്ക് ഫുൾ ആയിട്ട് കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. എക്സാമിന് വെഞ്ചുറി പ്രിൻസിപ്പിൾ 5 മാർക്ക് അങ്ങനെ മാത്രമേ ക്വസ്റ്റ്യൻ വരികയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വെഞ്ചുറി മാസ്ക് ക്യാൻ ഗീവ് എ കോൺസ്റ്റന്റ് FiO2 ഓർ ലാർജ് ഇൻസ്പിറേറ്ററി ഫ്ലോസ് ഓഫ് ഗ്യാസ് greater than 40 liter per minute.
വെഞ്ചുറി മാസ്കിന് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള FiO2, അതായത് ലാർജ് ഇൻസ്പിരേറ്ററി ഫ്ലോ കൊടുക്കാൻ പറ്റും. പെർ മിനിറ്റിൽ ഒരു 40 ലിറ്ററോളം ഗ്യാസ് ഫ്ലോ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ദിസ് ഈസ് എ ചോയ്സ് ഓഫ് ഡിവൈസ് ഫോർ പേഷ്യൻസ് ഹാവിംഗ് ഹൈപ്പോക്സീമിയ COPD, അതായത് ക്രോണിക് ഒബ്സ്ട്രക്ഷൻ പൾമണറി ഡിസീസ് ഉള്ള പേഷ്യൻസിനൊക്കെ ചോയ്സ് ഓഫ് ഡിവൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വെഞ്ചുറി മാസ്ക് എന്ന് പറയുന്നത്. Then 100% of oxygen in excess of 100 liter per minute. The next point എന്ന് പറയുന്നത് the major advantage of high flow oxygen mask is the ability to deliver a constant FiO2, ഒരു കോൺസ്റ്റന്റ് ഫ്രാക്ഷണൽ ഇൻസ്പിരേറ്ററി ഓക്സിജൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് വെഞ്ചുറി മാസ്കിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. The next point എന്ന് പറയുന്നത് the major drawback is the inability to deliver high concentration of inhaled oxygen. ഇതിന്റെ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഇൻഹൈൽഡ് ഓക്സിജൻ ഡെലിവർ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഇതിലില്ല എന്നുള്ളതാണ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഡെലിവർ പ്രിസൈസ് O2 കോൺസെൻട്രേഷൻ. ദെൻ ഡസൻ ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻ. മ്യൂക്കസ് മെംബ്രെയിനെ ഡ്രൈ ചെയ്യില്ല. അതായത് ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ ആണ് പേഷ്യന്റിലേക്ക് പോകുന്നത്. ഡ്രൈ ഓക്സിജൻ നമ്മൾ പേഷ്യന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. അത് മ്യൂക്കസ് മെംബ്രെയിനെയൊക്കെ ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺകംഫോർട്ടബിൾ ആയിരിക്കും പേഷ്യന്റ്. ഇറിറ്റേഷൻ ഇൻ സ്കിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പ്രൊഡ്യൂസ് റെസ്പിറേഷൻ ഡിപ്രഷൻ ഇൻ COPD പേഷ്യന്റ് വിത്ത് O2 കോൺസെൻട്രേഷൻ ഓഫ് 50%. COPD പേഷ്യൻസിനൊക്കെ, അതായത് വളരെ സാച്ചുറേഷൻ കുറവാണ് എന്നുള്ള പേഷ്യൻസിനൊക്കെ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. നമുക്ക് നമ്മുടെ O2 മാസ്കിന് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായിട്ട് ഉള്ള കണ്ടീഷനാണ് പേഷ്യൻ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പല ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻക്യുബേഷൻ ആണ്. ഇൻക്യുബേഷൻ ചെയ്തുകൊണ്ട് പേഷ്യന്റ് ഓക്സിജൻ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇൻഡിക്കേഷൻസ് ഓഫ് O2 തെറാപ്പി. എന്തിനാണ് O2 തെറാപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. ഹൈപ്പോക്സിയ, പേഷ്യന്റ് ഹൈപ്പോക്സിയ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ അനീമിക് ആയിട്ടുള്ള പേഷ്യന്റ്, അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകുമ്പോൾ, കാർഡിയാക് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ, ഷോക്ക്, ഡ്യൂറിങ് CPR, ഡ്യൂറിങ് അനസ്തീഷ്യ, ഈ സമയത്തൊക്കെയാണ് നമ്മുടെ O2 തെറാപ്പിയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു. O2 മാസ്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലോ O2 മാസ്കും ഹൈ ഫ്ലോ O2 മാസ്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. ഇനി എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക. മാക്സിമം ഡിലേ ചെയ്യാതെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.